ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിഷുവിനൊക്കെ എല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് തുടങ്ങിക്കാണെന്ന് വിചാരിക്കുന്നു. മാർച്ച് മാസത്തിലെ കൃഷിയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം വിഷുവിനൊക്കെ എല്ലാവരും പച്ചക്കറിയൊക്കെ സ്വന്തമായിട്ട് വിളവെടുത്ത് കണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടത്. അപ്പം അതിനനുസരിച്ച് കൃഷി ചെയ്തവർക്കൊക്കെ ഇപ്പം നല്ലതുപോലെ പടർന്ന് പന്തലിച്ച് നമ്മുടെ പന്തലിലൊക്കെ കയറി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം അതിനകത്ത് വളം കൊടുക്കേണ്ട കാര്യങ്ങൾ ജൈവ സ്ലറി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാരം പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ചാരം എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്കൊക്കെ കൊടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട്, മിനി വീഡിയോസൊക്കെ നിർത്തിയോ, അപ്പം വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നിർത്തിയിട്ടൊന്നുമില്ല, ഞാൻ ആഴ്ചയിൽ 3 എണ്ണം വീതം ഇടുന്നുണ്ട്. ഓരോ വീഡിയോസിലും ഓരോ നല്ല നല്ല ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഫുള്ള് കാണുന്നവർക്ക് അതൊക്കെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കൃഷി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലതിനും ഗ്രോ ബാഗ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി വിത്തുകൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com നിന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി വാങ്ങിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം താഴെ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ മെസ്സേജ് ഇട്ടാലും മതിയാകും. ദയവ് ചെയ്ത് വിളിക്കാതെ ഇരിക്കാം. മെസ്സേജ് ഇട്ടാൽ അപ്പം തന്നെ അതിൻ്റെ മറുപടി കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതായ ഈ ചാരവും കഞ്ഞിവെള്ളവും കൂടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പച്ചമുളക് ചെടിയിൽ വീണ്ടും ഉണ്ടായിരിക്കുന്ന മുളകാണ് കേട്ടോ. ആദ്യമേ ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നല്ല ഉണക്കൊക്കെ ആയല്ലോ. അപ്പോൾ അതങ്ങ് ഉണങ്ങാനായിട്ട് ഒക്കെ ഇങ്ങനെ തയ്യാറായി നിന്നതാണ്. ഇപ്പോൾ ഈ 2 സ്ലറികളും ഞാൻ മാറി മാറി കൊടുത്തതിൻ്റെ ഫലമായിട്ട് നിറയെ പച്ചമുളകാണ്. ഇതിൻ്റെ ചുറ്റിനും നോക്കിയാൽ കാണാം കണ്ടോ, നിറയെ നിൽപ്പുണ്ടേ. കണ്ടോ, ഒരു മുളക് ചെടിയിൽ തന്നെ ഇഷ്ടം പോലെ മുളകാണ് ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്നത്. അപ്പം നല്ല വെയിലായതിൻ്റെ ഒരു ക്ഷീണം എന്ന് വെച്ചാൽ മുളകിൻ്റെ വലുപ്പത്തിന് ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ, എന്നാലും നിറയെ പിടിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ വളത്തിൻ്റെ ഒരു ഗുണം. ഇപ്പം നമ്മുടെ വഴുതന ചെടിയും കൂടെ ഞാൻ കാണിക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വഴുതനയും. നമ്മുടെ ഒരു പഴയ വഴുതന കൊച്ചു തോട്ടമാണ്, ഒരു 10 മൂടോളം ഉണ്ട്. അപ്പം അത് ഡയറക്റ്റ് ഇങ്ങനെ സൺലൈറ്റൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ നരച്ചമാതിരി നിന്നെയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഇലകളെല്ലാം നുള്ളിക്കളഞ്ഞു. പിന്നെ ആവശ്യമില്ലാത്ത കൊമ്പുകളും ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ ഈ ചാരവും കഞ്ഞിവെള്ളവും ഒക്കെ ചേർന്നതായ ഈ സ്ലറിയും അതുപോലെ നമ്മുടെ ജൈവ സ്ലറിയും ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സ്ലറി, ഒരു ദിവസം ഈ ചാരത്തിൻ്റെ സ്ലറിയും കൊടുത്തതിൻ്റെ ഫലമായിട്ട് നന്നായിട്ട് ദണ്ട് വീണ്ടും കുല കുത്തി പിടിക്കുക. കണ്ടോ, ഒരെണ്ണത്തെ ഇങ്ങനെ പിടിച്ച് വരുന്ന കണ്ടോ. മുട്ടച്ചിപ്പെണ്ണ് നിൽക്കുന്ന മാതിരി ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ നിറയെ കായും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാത്തിലും ഇതേപോലെയാണ് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നേരത്തെ ഞാൻ ഇഷ്ടം പോലെ നമ്മുടെ വഴുതനങ്ങ പിച്ചിയതാണ്. എന്നിട്ടും ഇനിയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഉണ്ടല്ലോ, ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ദാണ്ടേ ഇതിൻ്റെ അടിഭാഗത്തു നിന്നേ ഇങ്ങനെ കായകൾ ഇങ്ങനെ കണ്ടോ, ഇതെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ തക്കാളി ചെടിയും നമ്മൾ പുതുതായിട്ടൊക്കെ നട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഈ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തക്കാളിയാണിത്. ഇഷ്ടം പോലെ തക്കാളി നമ്മൾ പിടിച്ചാണ്. തക്കാളിയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ഇങ്ങനെ പിടിച്ച് വരുന്നതാണ് കണ്ടോ. എന്നിട്ടും കാര്യമായിട്ട് പിടിക്കുന്നുണ്ട്. പഴയതാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ നട്ടിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് പറമ്പിലോട്ടുമാണ് നിൽക്കുന്നത്. എന്നാലും തൻ്റെ ഓരോ വളങ്ങളും കൊടുക്കുന്നതിൻ്റെ ഗുണം കൊണ്ട് അവർ പിന്നെയും അത്യാവശ്യം നമുക്ക് വാങ്ങിക്കേണ്ടി വരുന്നില്ല തക്കാളി. പിന്നെ ഒന്നങ്ങോട്ട് വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തത് നടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം നട്ടേക്കുന്നത് കൂടെ നമുക്കൊന്ന് കാണാം. അപ്പം ഞാനിത് പുതിയതായിട്ട് നട്ടിരിക്കുന്നതായ എൻ്റെ തക്കാളി ചെടികളാണ്. വളരെ പെട്ടെന്നാണ് ഇത് വളർന്നു വന്നിരിക്കുന്നത്. പെട്ടെന്ന് വളർന്നു കേട്ടോ. കുഞ്ഞു തൈകൾ അങ്ങോട്ട് പറിച്ച് നട്ടായിരുന്നു. അപ്പോൾ ഒരു 2.5 ആഴ്ച കഴിഞ്ഞ് കാണുമായിരിക്കും. അപ്പോഴത്തേക്ക് നല്ല പൂക്കളൊക്കെ വന്ന് ചെറിയ കായ്കളും ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിറയെ പൂക്കളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ട്രിക്ക് നിങ്ങളൊന്ന് ചെയ്യണം. നിങ്ങളുടെ ഈ തക്കാളിക്കൊന്നും മാത്രമല്ല, വഴുതന, പയർ, മുളക്, അങ്ങനെ എല്ലാ പച്ചക്കറികൾക്കും ഈ പ്രയോഗം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് എൻ്റെ പുതുതായിട്ട് ഞാൻ നട്ടിരിക്കുന്നതായ എൻ്റെ വഴുതന ചെടികളാണ്. 3 ടൈപ്പിലുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ വരുന്ന വിത്തുകളൊക്കെ കുറേശ്ശെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ ചട്ടിക്കകത്ത് പാകി വെക്കും.
അപ്പം അങ്ങനെ കിളിർച്ച് വന്നതിനെ മാറ്റി നട്ടിരിക്കുന്നതാണ്. 2 എണ്ണം വീതം നട്ടിട്ടുണ്ട്. അഥവാ ഒന്ന് പോയാലും ഒന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് 2 എണ്ണം നട്ടിരിക്കുന്നത്. അപ്പോൾ അതും നല്ല പൂക്കാനായിട്ട് തുടങ്ങി. കണ്ടോ, നോക്കിക്കേ, നന്നായിട്ട് പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങി. ഇത് നമ്മൾ തക്കാളി നട്ട സമയത്ത് തന്നെ നട്ടാണ്. കണ്ടോ, അതിനകത്ത് പൂക്കളുമൊക്കെ എല്ലാത്തിലും പൂക്കൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വിഷുവിന് നമ്മുടെ പുതിയ തക്കാളിയിൽ നിന്നും വഴുതനയിൽ നിന്നും ഒക്കെ നമുക്ക് വഴുതനങ്ങ വെച്ചാനായിട്ട് സാധിക്കും എന്തായാലും. അപ്പം നമ്മുടെ ചാരമാണ് നമുക്ക് താരം. എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നല്ലേ നമ്മൾ കാണേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചെടികളും പഴയ ചെടികളും പുതിയ ചെടികളും ഒക്കെ നമ്മൾ കാണിച്ചു. ചാരം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പം ചാരം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തെ കഞ്ഞോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം നമ്മൾ അടുപ്പ് കത്തിച്ചതായ ചാരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 50 ഗ്രാമോളം കാണും. അപ്പം കഞ്ഞിവെള്ളം, ചാരം, ശർക്കര. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് സ്ലറി ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഒരു ദിവസത്തെ കഞ്ഞിവെള്ളം നമുക്കൊരു ബക്കറ്റിനകത്തോട്ട് ഒഴിക്കാം. ഒരു 3 ദിവസം പുളിപ്പിക്കണം നമ്മൾ കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. പിന്നെ ചാരവും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടിരുന്ന് ഈ 3 സാധനം കൂടെ പുളിക്കണം. നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. കലക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കണം. എന്നിട്ട് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഈ നമ്മൾ എടുത്തിരിക്കുന്ന ബക്കറ്റ് ഉണ്ടല്ലോ, അത് നിറച്ച് വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഒരു 4-5 ഇരട്ടി വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് വേണം ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കണ്ട ഇങ്ങനെ ഈ ഇതിൻ്റെ ഇത് കണ്ടോ, നമ്മൾ അടുപ്പ് കത്തിച്ചേക്കുന്നതിൻ്റെ ബാക്കിയെല്ലാം അങ്ങനെ വരും. ഇപ്പോൾ നേരത്തെ ഉള്ളതിനെ അങ്ങനെ വാരി വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ചെടികളൊക്കെ നടാനും ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കാനും ഒക്കെ അത് ഉപയോഗിക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഇനി നമ്മൾ അടച്ചു വയ്ക്കുക. ഓരോ ദിവസവും ഒന്ന് കലക്കി കൊടുക്കുക. 3-ാം ദിവസം തൊട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇനി എങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കാണിക്കാം. ഇതിപ്പം ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഒരു കപ്പ് എടുത്തിട്ട് നമുക്ക് 1 കപ്പ് 2 എണ്ണത്തിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പെട്ടെന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഇങ്ങനെ വളർന്നു കയറി വരുന്നത്. തക്കാളി, വഴുതന, എല്ലാ പച്ചക്കറികളും. നമ്മുടെ വഴുതനയ്ക്കൂടെ കൊടുക്കാം. വഴുതനയുടെ ചുവട്ടിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുരുമുളകിൻ്റെ തൈ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു പ്രാവശ്യം ഒഴിച്ചിട്ട് മണ്ണൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന വഴുതനയായതൊക്കെ. ഇത് കണ്ട ചുരയ്ക്ക നട്ടിരിക്കുന്നതാണ്. അതും നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് ഈ സ്ലറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചുരക്കയൊക്കെ കണ്ടോ, നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നത്. എല്ലാ പച്ചക്കറിക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാരത്തിൻ്റെ ഈ പ്രയോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൃഷികൾക്ക് ജൈവ സ്ലറിയും അതുപോലെ ഈ ചാരത്തിൻ്റെ സ്ലറിയും നിങ്ങൾ മാറി മാറി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു വളവും രാസവളം ഉപയോഗിക്കുന്നവരൊക്കെ എന്നുണ്ടെങ്കിൽ അത് ടപ്പേന്ന് മാറ്റിയിട്ട് ഈ ജൈവ രീതിയിൽ തന്നെ നിങ്ങൾ കൃഷി ചെയ്യും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.